கோபி அண்ணா, உங்களுக்கு எய்ம்ஸ் வேணுமா? ஆமா, எனக்கு ரொம்ப பிடிக்கும். ഓക്കേ, ആമ സംരക്ഷണ പദ്ധതി അനുവദിച്ചിരിക്കുന്നു. ഭാഗ്യം, കേരളത്തിലെ ആമകളെയെങ്കിലും പരിഗണിച്ചല്ലോ. ഹസ്കിയും പൂച്ചസാറുമൊക്കെ പ്ലീസ് സ്റ്റെപ്പ് ബാക്ക്. ഇപ്പൊ ദേ ഇവരാണ് ട്രെൻഡ്. കേരളത്തിന്റെ സ്വന്തം കടലാമ, ഒപ്പം സുരേഷ് ഗോപിജിയും. അതിവേഗ റെയിൽ, എയിംസ് തുടങ്ങി കേരളം കൊതിച്ച പലതും ബജറ്റിൽ ഉണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല, കിട്ടിയത് കടലാമ പരിപാലന പദ്ധതിയും. കേരളം നേരിട്ട ഈ അവഗണനയുടെ ഇച്ഛാഭംഗം ട്രോളുകളായപ്പോൾ സോഷ്യൽ മീഡിയയിൽ പൊങ്കാല മുഴുവൻ കിട്ടുന്നത് കടലാമകൾക്കാണ്. കേരളത്തിലെ മനുഷ്യരെ പരിഗണിക്കാതെ ആമകളെ മാത്രം പരിഗണിച്ചിട്ട് എന്തു കാര്യമെന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. കേരളത്തിലെ ഓരോ കുടുംബത്തിനും ഓരോ കടലാമയെ വീതം പരിപാലിക്കാൻ നൽകുന്ന മികച്ച പദ്ധതിയാണ് ഇതെന്നാണ് ചില ട്രോളന്മാർ കണ്ടെത്തുന്നത്. നമ്മൾ മലയാളികൾ ട്രെയിനിൽ എന്ന് പറഞ്ഞ് എന്തിനു വേദനിക്കണം, നമുക്ക് നമ്മുടെ കടലാമകളില്ലേ എന്ന് ആശ്വസിപ്പിക്കുന്നു വേറെ ചിലർ. മനുഷ്യരെ പരിഗണിച്ചില്ലെങ്കിലും കേന്ദ്രം കേരളത്തിലെ കടലാമകളെയെങ്കിലും പരിഗണിച്ചതിന് മറ്റു ചിലർ നന്ദി പറയുന്നു. മറ്റുള്ളവർക്ക് നല്ലതൊക്കെ കൊടുത്ത് ബാക്കിയുണ്ടായിരുന്ന കുറച്ച് കടലാമകളെ കേരളത്തെ ഏൽപ്പിച്ചെന്ന് ചിലർ പറയുന്നു. ആമകളെ പോലെ പതുക്കെ വായെന്ന് കേന്ദ്രം കേരളത്തോട് പറയാതെ പറയുന്നു എന്ന് കണ്ടെത്തുകയാണ് ചില വിരുദ്ധന്മാർ. കടലാമയ്ക്കൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ട്രോളുകൾ ഏറ്റുവാങ്ങിയ മറ്റൊരാൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ്. മോദിജിയെയും നിർമ്മലാജിയെയും ഒന്നും വെറുതെ വിടുന്നില്ല മലയാളികൾ. കടലാമയ്ക്കൊപ്പം ഇവരെയും കണക്കിന് റോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് എന്താണ് കടലാമയുടെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കാനായി പ്രഖ്യാപിച്ച പദ്ധതി എന്നുകൂടി നോക്കാം. കേരളം, കർണാടക, ഒഡീഷ എന്നീ 3 സംസ്ഥാനങ്ങളിലെ തീരദേശ മേഖലകളിൽ കടലാമകളുടെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കാനായി പരിസ്ഥിതി സൗഹൃദമായ രീതിയിൽ കടലാമ പാതകൾ വികസിപ്പിക്കുമെന്നതാണ് കേന്ദ്ര ബജറ്റിലെ പ്രഖ്യാപനം. കടലാമകളെ കാണാനും നിരീക്ഷിക്കാനുമുള്ള സ്പോട്ടുകൾ, ഗവേഷണ കേന്ദ്രങ്ങൾ, ഇൻഫർമേഷൻ സെന്ററുകൾ മുതലായവയാണ് പദ്ധതിയുടെ ഭാഗമായി പ്രവർത്തിക്കുക. കടലാമകളെ ഒരു തരത്തിലും ശല്യപ്പെടുത്താതെ അവയെ ടൂറിസ്റ്റുകൾക്ക് കാണാനും നിരീക്ഷിക്കാനും ഒക്കെ പദ്ധതിയിലൂടെ സൗകര്യമൊരുങ്ങും. കടലാമ പരിപാലന പദ്ധതി കൊണ്ട് കേരളത്തിനുണ്ടാകുന്ന നേട്ടങ്ങളെ കുറിച്ചുകൂടി നമുക്ക് നോക്കാം. 2019 മുതൽ കടലാമകളെ സംരക്ഷിക്കുന്നില്ല എന്നതിന്റെ പേരിൽ കേരളത്തിൽ നിന്നുള്ള ചെമ്മീനിന് അമേരിക്ക വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പദ്ധതി വരുന്നതോടെ ചെമ്മീൻ കയറ്റുമതിയിൽ അമേരിക്ക ഉൾപ്പെടെ വികസിത രാജ്യങ്ങൾ കാണിക്കുന്ന വിമുഖത മാറും. ഇത് കേരളത്തിലേക്ക് കൂടുതൽ വിദേശ നാണ്യം എത്തിക്കുമെന്നതാണ് പ്രധാന നേട്ടം. അതുകൊണ്ട് തന്നെ പദ്ധതിയെ അത്ര ചെറുതായി കാണേണ്ടതില്ലെന്നും നിരീക്ഷണമുണ്ട്.